ഒരാള് തൻ്റെ ആരാധകർക്ക് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരാള്. എന്നാൽ ഒരാളെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നടനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ആള്. രണ്ടാളെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് ലാലേട്ടൻ പറയുന്ന വാക്കെന്താ? എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ. ആ വാക്ക് കേൾക്കുമ്പോൾ ലൂസിഫറിലാണ് അത് പറയുന്നല്ലേ. ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കോരിത്തരിപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാ. ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ള ബോധം ആ ആരാധകർക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനോട് അവർക്ക് ഇത്ര പുച്ഛവും. തന്നിലുള്ളിലുള്ള നടനെ വലുതാക്കിയെടുക്കാൻ, അത് ഇനിയും ഉരസി ഉരസി മിനുക്കിയെടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മുന്നോട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തിലും ഇത്രയധികം ടെക്നോളജികൾ വളർന്നിട്ട് പോലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ ആ ഒരു തോന്നലിനെയാണ് നമ്മൾ പറയുക തിരിച്ചറിവ് എന്നുള്ളത്. എന്തുകൊണ്ട് ലാലേട്ടൻ സിനിമകൾ വലിയ രീതിയിൽ വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്നില്ല? നിങ്ങളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ സിനിമയുടെ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. എൻ്റെ സുഹൃത്ത് വലയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സിനിമ ചെയ്യൂ എന്നുള്ളത്. ഈ ഒരൊറ്റ കാര്യമാണ് അദ്ദേഹത്തിനെ ആ ഗ്രാഫിൽ നിന്നും താഴ്ത്തി നിർത്തുന്നത്. എന്നാൽ മമ്മൂക്ക അങ്ങനെയല്ല. മമ്മൂക്ക ഏതൊരു സംവിധായകനും സമയം കൊടുക്കുന്ന, കഥ കേൾക്കാൻ സമയം കൊടുക്കുന്ന, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പുതിയ ആളുകളോട് കൂടിയിട്ട്, പുതിയ തലമുറയോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ, അവരുടെ കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്ന് അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരിക്കുമ്പോൾ അവർക്ക് എന്താവാൻ കഴിയും? ആ ഒരു കാലഘട്ടത്തിലും അലിഞ്ഞു ചേർന്ന് അതിൻ്റെ കൂടെ അങ്ങ് ഒഴുകാൻ കഴിയും. ഇത് തന്നെയാണ് മമ്മൂട്ടിയിലുള്ള പ്രത്യേകത. രണ്ട് നടന്മാര്, രണ്ട് രീതിയിലുള്ള ആരാധകര്, രണ്ട് മനോഭാവങ്ങൾ. ഇതാണ് മമ്മൂട്ടിയും ലാലേട്ടനും തമ്മിലുള്ള ഒരു വലിയ അന്തരം. മമ്മൂക്ക അടിപൊളിയായിട്ട് സിനിമകൾ ചെയ്യുമ്പോൾ പുതിയ രീതികളിലുള്ള പുതിയ ഭാവപകർച്ചയിലൂടെ വേഷം മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പരകായ പ്രവേശനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ലാലേട്ടൻ തീരെ മാറാതെ ആരൊക്കെയോ പറഞ്ഞ കോമാളിത്തരങ്ങളും കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഓരോ സർജറിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളെ നശിപ്പിച്ചില്ലാണ്ടാക്കി സിനിമയിൽ കണ്ണിൻ്റെ ചുറ്റും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിൽ നമ്മൾ ഒട്ടനവധി തവണ കരയിപ്പിച്ച, ചിന്തിപ്പിച്ച കണ്ണുകൾക്ക് ഇന്ന് തീഷ്ണതയില്ല എന്നുള്ളതാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനോട് താല്പര്യമുള്ള, ഇഷ്ടമുള്ള എന്നെ പോലെയുള്ള ആരാധകർക്കും കൂടി താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ എന്തു ചെയ്യും? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 100 തവണ ആലോചിക്കണം എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. ഈ ലാലേട്ടൻ്റെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അതാ. അപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും തമ്മിൽ ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. കാലഘട്ടത്തിനനുസരിച്ച് മാറാത്ത മനോഭാവവും, അതേപോലെ തന്നെ ഷാഢ്യം പിടിച്ച എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് മാത്രം നിൽക്കുന്ന, അദ്ദേഹത്തിനെ കുഴിയിലേക്ക് ചാടിക്കുന്ന അവരുടെ കൂടെ കൂടുന്നതുമാണ് അദ്ദേഹത്തിന് കിട്ടിയ എട്ടിൻ്റെ പണി. ഇപ്പോൾ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആളുകൾ ഇന്നത്തെ സിനിമ കണ്ട് കൂടെ കൂടിയവരല്ല, പണ്ടത്തെ സിനിമ കണ്ട് കൂടെ കൂടിയവരാണ്. പക്ഷെ മമ്മൂട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും ഒരു ഹെയ്റ്റും പറയാതെ അദ്ദേഹത്തിന് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഈ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ സിനിമാക്കാർക്ക് ഒരു എൻസൈക്ലോപീഡിയ എന്ന പോലെ, ഒരു പുസ്തകം എന്ന രീതിയിലാണ് മമ്മൂട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സംഭവമാണ്. സിനിമ എന്ന ലോകത്ത് മാത്രമല്ല, അദ്ദേഹം പുറം ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ പോലും മമ്മൂട്ടി ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെ ആരാധിക്കുന്ന, അദ്ദേഹത്തിനെ താല്പര്യത്തോട്, ഇഷ്ടത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കാണാൻ കഴിയും. അതിൽ ഇന്ത്യൻ സിനിമയിലെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. എല്ലാ വലിയ നടന്മാരും പറഞ്ഞ ഒരു വാക്കുണ്ട്. മലയാള സിനിമയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാൻ നടനെ തന്നെയാണ് ഞങ്ങൾ എന്നും നിരീക്ഷിക്കാറ് എന്നുള്ളത്. ഒരുപാട് സിനിമകളായില്ലേ ഇപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണോ? എന്തിനാ ആവശ്യം ഉണ്ടായിരുന്നു? എത്ര ആളുകൾ പറഞ്ഞു എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നുള്ളത്? പക്ഷെ ആ സിനിമ വന്ന് ചരിത്രം സൃഷ്ടിച്ചില്ലേ? മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്ത ഒരു പരകായ പ്രവേശം ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതോ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ ആ ക്യാരക്ടറിലേക്ക് അലിഞ്ഞു ചേർന്ന് ലയിച്ച് അതിൽ മുഴുകി നമ്മളെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു നടൻ അത് മമ്മൂട്ടിയാണ്. ഒരിക്കലും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു നടൻ മോശക്കാരനാണ് എന്നല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് പറ്റിയ കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്, അത്ര തന്നെ.